Political Grand Finale. Co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലിലേക്ക് സ്വാഗതം. മണ്ഡലങ്ങളുടെ മനസ്സിലൂടെ വോട്ടെടുപ്പ് ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലങ്ങൾ ചിന്തിച്ചത് എങ്ങനെ? ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. നമുക്കറിയാം, ആറ്റിങ്ങൽ കേവലം 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം മാത്രം പറയാനുള്ള കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒന്നാണ് ആറ്റിങ്ങൽ. ഇവിടെ 2024 ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി മാറിയ പോരാട്ടം കൂടി നടന്ന മണ്ഡലമാണ്. 2019 സാക്ഷാൽ എ സമ്പത്തിന് കാലിടറിയ മണ്ണ്. ഇത്തവണ ആരാകും അവിടെ വെന്നിക്കൊടി പാറിക്കുക? 2009 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം CPM-ന്റെ സമ്പത്തായിരുന്നു ആദ്യ 2 വട്ടവും അവിടുത്തെ MP. എന്നാൽ 2019 ചിത്രം മാറി മറിഞ്ഞു. UDF-നായി കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശും LDF-നായി CPM-ന്റെ സിറ്റിംഗ് MP ഡോക്ടർ സമ്പത്തും ഏറ്റുമുട്ടിയപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. സമ്പത്ത് 69,378 വോട്ടുകൾക്കാണ് അതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ അവിടെ അടൂർ പ്രകാശ് 40,000-നടുത്ത് വോട്ടുകൾക്ക് 2019 ജയിച്ചു കയറി. ഇടതുപക്ഷം ഞെട്ടിയ ഒരു വിജയമായിരുന്നു അത്. ഇക്കുറി 2024 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിക്കുന്നു. മറുവശത്ത് BJP-ക്കായി കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഈ മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രചരണം നടത്തി മത്സരരംഗത്ത് ഉണ്ട്. അതേസമയം CPM-ന്റെ തിരുവനന്തപുരം ജില്ലയിലെ കരുത്തൻ V. ജോയി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അങ്ങനെ പ്രവചിക്കാനാവാത്ത വിധമുള്ള ഒരു മത്സരമായി ആറ്റിങ്ങൽ മാറുകയാണ്. സംസ്ഥാനത്തെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായി അത് പറയാവുന്ന ഒരു മണ്ഡലമായി തന്നെ ആറ്റിങ്ങൽ മാറുകയാണ്. ആറ്റിങ്ങൽ പോളിംഗ് ശതമാനം മറ്റെല്ലാ മണ്ഡലങ്ങളിലെ പോലെ കുറവായിരുന്നു. അതൊക്കെ ആർക്ക് ഗുണകരമാകും എന്ന് നമുക്ക് വിലയിരുത്തണം. നമ്മോടൊപ്പം ഡാൻ കുര്യൻ ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളുമായി. ഡാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഒപ്പം ശ്രീ G. ഗോപകുമാർ ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. അദ്ദേഹവും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ഡാനിലേക്ക്. ഡാൻ, വലിയ പ്രചണ്ഡമായ ഒരു പ്രചരണകാലമായിരുന്നു. നമുക്കറിയാം, 3 സ്ഥാനാർത്ഥികളും ഒട്ടും കരുത്ത് കുറയാത്തവർ. 3 പേരെയും 3 വ്യത്യസ്ത തലത്തിൽ നമുക്ക് പ്രഗത്ഭർ എന്ന് വിലയിരുത്താം. എന്താണ് മനസ്സിലാക്കേണ്ടത്? വലിയൊരു പ്രചരണ കോലാഹലത്തിന് ശേഷം മണ്ഡലത്തിലെത്തിയ വോട്ടർമാർ ഏത് രീതിയിലായിരിക്കും ചിന്തിച്ചിരിക്കുക? രഞ്ജിത്ത്, ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണ് എന്ന് നടന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന തരത്തിലുള്ള ത്രികോണ മത്സരമാണ് നടന്നത് എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഒരു അനിവാര്യതയുമാണ്. കാരണം ഇടതു കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എ സമ്പത്തിനെ തുടർച്ചയായി വിജയിച്ചിരുന്ന എ സമ്പത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 38,247 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 3,80,995 വോട്ടുകൾ നേടിയാണ് അടൂർ പ്രകാശ് 2019 തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. അന്ന് എ സമ്പത്ത് നേടിയത് 3,42,748 വോട്ടുകളാണ്. BJP സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ 2,48,081 വോട്ടുകൾ നേടി കരുത്ത് കാണിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2019 അവിടെ നിന്ന് മാറി 2024 എത്തുമ്പോൾ അവിടെ ത്രികോണ മത്സരം എന്ന പ്രതീതി ജനിപ്പിച്ചതിന് പ്രധാനപ്പെട്ട കാരണം അടൂർ പ്രകാശ് ആ മണ്ഡലത്തിലുള്ള ആളല്ല എങ്കിലും ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനകീയനായി മാറുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ സ്വീകാര്യനായി മാറുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ മാറ്റിയിരുന്നു. സ്വാഭാവികമായി അവിടെ നടന്ന വികസന നേട്ടങ്ങളും അടൂർ പ്രകാശ് വലിയ തരത്തിൽ വിജയപ്രതീക്ഷയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായി മാറുകയാണ്. പക്ഷേ അവിടേക്ക് ആൻറ്റി സമ്പത്ത് ഫാക്ടർ 2019 വർക്കൗട്ടായി. അതാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് എന്ന വിലയിരുത്തലായിരുന്നു ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു ഇടത് കോട്ടയിൽ നിന്ന് അടൂർ പ്രകാശ് ജയിച്ചതിന് കാരണമായി ഇടത് കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതിനൊരു പരിഹാരം എന്നവണ്ണമാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ പാർട്ടിയുടെ മുഴുവൻ സംഘടനാ സംവിധാനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന V. ജോയിയെ തന്നെ അവിടേക്ക് മത്സരരംഗത്തേക്ക് ഇറക്കി. സ്വാഭാവികമായി ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനം V. ജോയിയുടെ വിജയത്തിന് വേണ്ടി അവിടെ കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച്
പ്രവർത്തിച്ചു. അതോടൊപ്പം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൃത്യമായ നിർണായകമായ ഇടപെടലുകൾ നടത്തുന്ന ക്യാബിനറ്റിൽ ഇടം പിടിച്ച വി മുരളീധരൻ അഭിമാന പോരാട്ടത്തിന് മോദിയുടെ ഗ്യാരണ്ടി അവിടെ നിന്ന് വി മുരളീധരൻ ജയിച്ചാൽ വീണ്ടും കേന്ദ്രമന്ത്രിയാകുമെന്ന തരത്തിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ട് വി മുരളീധരൻ എത്തുന്നു. അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടിക്കൊണ്ട് കാട്ടാക്കടയിൽ എത്തുന്ന സാഹചര്യം ഇതൊക്കെ നമുക്കറിയാം. അത് തന്നെയാണ് ആറ്റിങ്ങലിൽ നടന്ന മത്സരത്തെ ത്രികോണ മത്സരമാക്കി മാറ്റിയത്. പ്രചാരണവും അത്തരത്തിൽ വലിയ ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു നടന്നത്. പക്ഷേ ആറ്റിങ്ങൽ നമുക്കറിയാം ഇടത് കോട്ടയാണ് ഡാൻ. ഇടതിന് വലിയ തോതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മുതൽ തന്നെ ചിറയൻകീഴായ സമയം മുതൽ തന്നെ ഇടത് സ്ഥാനാർത്ഥികൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അട്ടിമറികളൊക്കെ നടന്ന മണ്ഡലവുമാണ്. അവിടെ ഇത്തവണ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് മറ്റെല്ലാ മണ്ഡലങ്ങളെ പോലെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. സാമുദായിക വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഗോപകുമാർ സാർ പറയും. അദ്ദേഹത്തിലേക്കും കൂടി വരാം. അതിനു മുമ്പ് ഈ പോളിംഗ് ദിനത്തിൽ ഈ വോട്ടുകൾ കുറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഈ മുന്നണികൾ പങ്കുവെക്കുന്നുണ്ടോ? സ്വാഭാവികമായി അത് സംസ്ഥാനത്ത് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ബോധപൂർവമായ നീക്കമാണ് നടന്നതെന്നൊക്കെ. അവിടെ ഈ വി ജോയിയോട് ഒപ്പമുള്ളവർ പറയുന്നത് ഇടത് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. 70.49% ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ. ഏതാണ്ട് 13,96,807 വോട്ടർമാരിൽ 9,84,627 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 70.49% പോളിംഗ് നിരക്ക്. അവിടെ LDFിൻ്റെ കണക്കുകൂട്ടൽ 10,000 മുതൽ 20,000 വരെ വോട്ടുകൾക്ക് വി ജോയി വിജയിക്കുമെന്ന കണക്കുകൂട്ടലാണ്. അവർ ഇത് കൃത്യമായി പറയുന്നത് അരുവിക്കര ഒഴികെയുള്ള മണ്ഡലങ്ങൾ, അതായത് പ്രത്യേകിച്ച് കാട്ടാക്കട, വാമനപുരം, ചിറയൻകീഴ് മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള ലീഡ് വി ജോയിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അരുവിക്കരയിൽ അത്ര വലിയ പ്രതീക്ഷ അവർ വെക്കുന്നില്ല. പക്ഷേ UDF ക്യാമ്പിൻ്റെ പ്രതീക്ഷ ഏതാണ്ട് 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിക്കുമെന്നാണ്. അവിടെ കാട്ടാക്കട, അരുവിക്കര, വർക്കല, ചിറയൻകീഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് UDFിനുള്ളത്. അതോടൊപ്പം സ്ഥാനാർത്ഥിക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചു. കള്ളവോട്ട് നീക്കങ്ങൾ തടയാനായി എന്ന വലിയൊരു പ്രതീക്ഷയും UDF ക്യാമ്പ് വെച്ച് പുലർത്തുകയാണ്. പക്ഷേ BJPയിലേക്ക് വരുമ്പോൾ അവസാന മിനിറ്റ് വരെയും ത്രികോണ മത്സരം എന്ന ഒരു പ്രതീതി നിലനിർത്താനായി അത് പ്രചാരണ രംഗത്തും ആ പ്രകടനം കാഴ്ചവെക്കാനായി എന്നൊരു വലിയ വിലയിരുത്തലുണ്ട്. ഡാനിലേക്ക് വരാം. ശ്രീ ഗോപകുമാർ സാർ, ഇവിടെ ആറ്റിങ്ങൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം വി മുരളീധരനെ പോലെ ഒരു കേന്ദ്രമന്ത്രി അവിടെ തമ്പടിച്ച് വർഷങ്ങളോളം 4-5 വർഷത്തോളം പ്രവർത്തിച്ച് അവിടെ തന്നെ മത്സരിക്കും എന്ന അദ്ദേഹം നേരത്തെ തന്നെ ഏതാണ്ട് പ്രഖ്യാപിച്ച മട്ടായിരുന്നു. മറുവശത്ത് അടൂർ പ്രകാശിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയൊന്നും നമുക്ക് കുറച്ച് കാണിക്കാൻ സാധിക്കില്ല. ഇത്തവണ ഒരു സംശയമുള്ളത് അദ്ദേഹത്തിന് വിജയിക്കണമോ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പല കേന്ദ്രങ്ങളിലും ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന് വി ജോയി ഏറ്റവും നന്നായി തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പ്രഗത്ഭനായ, ആറ്റിങ്ങലിൽ LDFന് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥി തന്നെയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ പ്രവചനത്തിന് അതീതമായ ഒരു മത്സരമല്ലേ ആറ്റിങ്ങൽ നടന്നത്? തീർച്ചയായിട്ടും പ്രവചനത്തിന് അതീതമായ ഒരു മത്സരം തന്നെയാണ് ഇവിടെ നടന്നത്. കേരളത്തിലെ 20 മണ്ഡലവും ത്രികോണ മത്സരമെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ 2 മണ്ഡലങ്ങളിലാണ് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്നത്. ഒന്ന് ആറ്റിങ്ങലും മറ്റൊന്ന് തൃശ്ശൂറുമാണ്. ഈ 2 മണ്ഡലങ്ങളിലാണ് ശരിയായ ത്രികോണ മത്സരം നടന്നത്. തിരുവനന്തപുരത്ത് പോലും ത്രികോണ മത്സരം ശക്തമല്ലായിരുന്നു. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് 25% താഴെയോ വന്നു കഴിഞ്ഞാൽ അത് ത്രികോണ മത്സരമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് മിക്ക മണ്ഡലങ്ങളിലും കണ്ടത്. തൃശ്ശൂറും ആറ്റിങ്ങലും അതിന് വ്യത്യസ്തമായിരുന്നു. ആറ്റിങ്ങലിലെ പ്രത്യേകത ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 പേരും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു. 3 പേർക്കും വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു, ചിലതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ 3 സ്ഥാനാർത്ഥികൾക്കും അനുകൂലവും പ്രതികൂലവുമായ ഫാക്ടേഴ്സ് നമ്മൾ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാവുന്നൊരു കാഴ്ച അടൂർ പ്രകാശിന് ഇപ്പോഴും അനുകൂലമായ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ സമുദായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷ ക്രോഡീകരണം യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് അനുകൂലമായി നിൽക്കുന്നു. അത് വലിയൊരു അനുകൂല ഘടകമാണ്. രണ്ടാമത് ഭരണവിരുദ്ധ വികാരവും UDFന് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല അടൂർ പ്രകാശിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അത്ര അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും നാട്ടിലില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരുവിധം നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് അത്ര വലിയൊരു ആൻറ്റി ഇൻകംബൻസി അദ്ദേഹത്തിനെതിരെ വന്നിട്ടുമില്ല. ഇതൊക്കെ ഫേവറബിളായിട്ട് നിൽക്കുമ്പോൾ മറുവശത്ത് വി ജോയ് സമർത്ഥനായ പാർട്ടി സംഘാടകനാണ്, പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്.
സെക്രട്ടറിയാണ്. ആ നിലയ്ക്ക് പ്രവർത്തകരെല്ലാം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ പാർട്ടിയുടെ വോട്ട് ഇപ്പോൾ അത് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, പരമ്പരാഗതമായ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു മണ്ഡലം. അത് സത്യമാണ്. ആറ്റിങ്ങൽ രൂപീകരിക്കുന്നതിന് മുമ്പ് ചിറയൻകീഴായിരുന്നു. അപ്പോഴും അങ്ങിങ്ങായിട്ട് കോൺഗ്രസ് ജയിച്ച പാരമ്പര്യമൊക്കെ ഉണ്ട്. പഴയ കാലത്ത് വയലാർ രവിയും റഹീമും BK നായരും പലരും ജയിച്ച ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന് അപൂർവമായിട്ടെങ്കിലും ജയിച്ചിട്ടുണ്ട്. ഒരു പുനർനിർണയത്തിന് ശേഷം, മണ്ഡല പുനർനിർണയത്തിന് ശേഷവും ഇടതുപക്ഷ സ്വഭാവം കുറേയൊക്കെ ആ മണ്ഡലത്തിനുണ്ട്, ആറ്റിങ്ങൽ മണ്ഡലത്തിനുണ്ട്. അത് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, നല്ല മുൻതൂക്കം ഇടതുപക്ഷ മണ്ഡലങ്ങളാണ്. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലല്ലല്ലോ ജനങ്ങൾ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യുന്നത്. ഇനി BJP സ്ഥാനാർത്ഥിയുടെ കാര്യം പറയാമെങ്കിൽ, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ അദ്ദേഹം കഴക്കൂട്ടത്ത് അസംബ്ലിയിൽ മത്സരിച്ചാണ്, നല്ല വോട്ട് സമാഹരിച്ചതാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 2,41,000 വോട്ട് നേടിയതിൻ്റെ കണക്കൂടെ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൽ മന്ത്രിസഭയിലുള്ള ആളാണ്. വളരെ നന്നായിട്ട് കുറേ 2-3 കൊല്ലമായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളാണ്. മണ്ഡലത്തിൽ പര്യടനം നടത്തിയ പല ആൾക്കാരും എന്നോട് പറഞ്ഞത് അദ്ദേഹം ശക്തമായി മുന്നേറിയെന്നും മുരളീധരന് അപ്രതീക്ഷിതമായ വോട്ട് കൂടുതൽ വരാനും സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ മുരളീധരൻ്റെ പ്രവർത്തനം ശക്തമാകുന്നതും ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പരോക്ഷമായിട്ടെങ്കിലും ഒരു ചെറിയൊരു തിരിച്ചടി. മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ, ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ LDF ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. അതുപോലെ തന്നെ മുരളീധരൻ പിടിക്കുന്ന വോട്ടുകൾ ബാധിക്കുക LDF സ്ഥാനാർത്ഥി ആയിരിക്കുമെന്നുള്ള വിലയിരുത്തലാണ് താങ്കൾ? അതെ അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ പ്രധാനമായിട്ടും MP ഔട്ട് ഗോയിങ് പ്രസൻറ്റ് MP എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കുറയാനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ മറുവശത്ത് ഒരാൾക്ക് ജയിക്കണമെങ്കിൽ അതിനേക്കാൾ വോട്ട് പിടിക്കണമെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ നേരത്തെ ന്യൂനപക്ഷ ക്രോഡീകരണം അടൂർ പ്രകാശിന് അനുകൂലമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിനപ്പുറം വോട്ട് കിട്ടണമെങ്കിൽ എതിർഭാഗത്തുള്ള വോട്ടുകൾ സ്പ്ലിറ്റാകാൻ പാടില്ല. ഇവിടെ വ്യക്തമായിട്ട് സ്പ്ലിറ്റായിട്ടുണ്ടെന്ന് മാത്രമല്ല, മുരളീധരൻ ഗംഭീരമായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അത് പറയാൻ കാരണം ശിവഗിരി മഠത്തിൻ്റെ പിന്തുണ കൂടി മുരളീധരന് ലഭിച്ചു എന്നും, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഭാരതീയ സംസ്കാരത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങളെ പിന്തുണയ്ക്കണം എന്ന് പരോക്ഷമായിട്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ശിവഗിരി മഠത്തിൽ നിന്നും കൂടെ അഭിപ്രായം വന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നത് നോക്കുമ്പോൾ മുരളീധരൻ്റെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനേക്കാൾ എത്രയോ കൂടാനാണ് വഴി, ഒരു രീതിയിലും കുറയുന്നില്ല. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നോക്കിക്കഴിയുമ്പോൾ അടൂർ പ്രകാശിൻ്റെ വോട്ടിനെ തോൽപ്പിക്കാവുന്ന രീതിയിൽ ജോയിക്ക് വരാൻ പറ്റുമോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ രണ്ടാം സ്ഥാനത്തിൽ ജോയിയും മുരളീധരനും തമ്മിൽ മത്സരിക്കുന്നൊരു സാഹചര്യമായി. ജോയി ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്നത്, പക്ഷേ തൊട്ട് പിറകിൽ മുരളീധരനുമുണ്ട്. ഇങ്ങനെ ഒരു മത്സര സാഹചര്യം വരികയും ഭരണവിരുദ്ധ വികാരം ശക്തമായി LDF ഗവൺമെൻറ്റിനെതിരെ ഉള്ള സാഹചര്യത്തിൽ കേരളത്തിലെ മൊത്തത്തിൽ അതുണ്ടെന്നാണ് പൊതുവിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തിയിരിക്കുന്നത്. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ആ രീതിയിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണികളെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിപക്ഷ കക്ഷികളിൽ ലെഫ്റ്റിന് അവിടെ പ്രസൻസ് ഉണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ അത്രയും വലിയൊരു പ്രതിപക്ഷ ശക്തിയാകാൻ കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുള്ളൊരു അഡ്വാൻറ്റേജ് ഇന്ത്യ മുന്നണിയിൽ BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ അടൂർ പ്രകാശിൽ എത്താനുള്ള എല്ലാ സാഹചര്യവും ഉള്ളതുകൊണ്ടും, മറുവശത്ത് ശക്തനായ BJP സ്ഥാനാർത്ഥി ഉള്ളതുകൊണ്ടും, ഇതിനിടയ്ക്ക് നിന്നൊരു മൂന്നാമത് മണ്ഡലം ഇടതുപക്ഷ പശ്ചാത്തലമുണ്ടെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൻ്റെ ഒരു യുക്തി നോക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇതിനെ തോൽപ്പിച്ച് ഇതിനപ്പുറം കടന്ന് വിജയം നേടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അടൂർ പ്രകാശിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നല്ല ത്രികോണ മത്സരമാണ്. ഇപ്പോൾ ത്രികോണ മത്സരം നല്ലതല്ലെങ്കിൽ നമ്മളിത് പറയില്ല. ഞാൻ നേരത്തെ തന്നെ പല ചർച്ചകളിലും തിരുവനന്തപുരത്ത് അത്ര ശക്തമായൊരു ത്രികോണ മത്സരം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല, എഴുതിയിട്ടുമുണ്ട് അവിടെ നടക്കുന്ന ത്രികോണ മത്സരം ശക്തമായതല്ല എന്ന്. സാങ്കേതികപരമായിട്ട് ഏത് മണ്ഡലത്തിനെയും ത്രികോണ മത്സരമെന്ന് ഇത്തവണ കേരളത്തിൽ പറയാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. മൂന്ന് മുന്നണികളും നല്ല ശക്തമായി 25 മുതൽ 30% വരെ എങ്കിലും വോട്ട് പിടിക്കുന്നൊരു സാഹചര്യം മൂന്ന് സ്ഥാനാർത്ഥികളുണ്ടെങ്കിലാണ് അത് എഫക്റ്റീവ്ലി ട്രയാങ്കുലർ ആവുന്നത്. അങ്ങനെ ഒരു ട്രയാങ്കുലർ ആറ്റിങ്ങലിലുണ്ട്. ആ ആറ്റിങ്ങലിലെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും തിരിച്ചു വരാം സാർ. ഡാന, ഇവിടെ ഈ 38,000-ൽ പരം വോട്ടുകളുടെ വിജയം കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് നേടി എന്ന് പറയുന്നത്, അത് സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷവുമായി നോക്കിയാൽ, UDF കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷമായി നോക്കിയാൽ താരതമ്യേന കുറവാണ്. 38,000 വോട്ട് എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറവാണ്. അവിടെയാണ് അടൂർ പ്രകാശ് വീണ്ടും അതിന് മുകളിലേക്ക് ഒരു വോട്ട് ബാങ്ക് നേടി വിജയിക്കേണ്ടത്. അവിടെയാണ് ശ്രീ ഗോപാൽ സാർ പറഞ്ഞ മുരളീധരൻ്റെ വോട്ട് വിഹിതം, അതും BJPക്ക് പ്രധാനമാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി മുരളീധരനുണ്ട്. അങ്ങനെ
ഈ LDFന് ഒട്ടും ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടാത്തത് ബിജോയിയുടെ സാന്നിധ്യവും ഒപ്പം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിലെ മറ്റു മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു കുറവുമായിരിക്കും സ്വാഭാവികമായും. രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നത് ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അത് കൃത്യമായി ഇടത് കോട്ടയാണ് എന്ന ഒരു കൃത്യമായ വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട്. അല്ലെങ്കിൽ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും അങ്ങനെ കരുതിയിരുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ അടൂർ പ്രകാശ് കടന്നു വരുമ്പോൾ പോലും വിജയിക്കുമോ എന്ന സന്ദേഹം ആദ്യഘട്ടത്തിൽ 2019 തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 38,000 എന്ന താരതമ്യേന കുറവാണ് ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴും ആറ്റിങ്ങലിനെ സംബന്ധിച്ച് അത് വലിയൊരു ഭൂരിപക്ഷമാണ്. അത്തരത്തിൽ ഒരു ഭൂരിപക്ഷത്തിലേക്ക് അടൂർ പ്രകാശിന് എത്താൻ കഴിഞ്ഞത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല തട്ടകം അത് ആറ്റിങ്ങലായിരുന്നില്ല. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് ആ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞുവെന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം എനിക്ക് തോന്നുന്നത് ഈ ഒരു സമ്പത്തിനോട് വിരുദ്ധതയുള്ള ഒരു അത്തരത്തിലൊരു വികാരം ആറ്റിങ്ങലിൽ പൊതുവെ ഉയർന്നിരുന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ നിന്നും അത്തരത്തിലൊരു സമ്പത്തിനോട് വിരുദ്ധതയുള്ളൊരു സമീപനമുണ്ടായിരുന്നു. അത് തന്നെയാണ് അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ അനുകൂലമായി മാറിയത് എന്ന വിലയിരുത്തലാണുള്ളത്. പക്ഷേ ആ ഫാക്ടർ പരിഹരിക്കാൻ കൃത്യമായി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബിജെപി സ്വീകാര്യനായ ഒരാളാണ്, സ്വാഭാവികമായി ആ മണ്ഡലത്തിൽ തന്നെയുള്ളയാളാണ്, അവിടെ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടറുകൾ ബിജോയ്ക്ക് അനുകൂലമായി ഉണ്ട്. ഇനി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം അവിടെയുള്ള ഈ നാടാർ വോട്ടുകൾ അത് ആർക്ക് അനുകൂലമായി മാറും വലിയ തരത്തിൽ. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങുന്ന സമയം മുതൽ അടൂർ പ്രകാശ് വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്ന കാര്യം ഈ CSI ദേവാലയങ്ങളിലെത്തി നാടാർ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് ബിജോയി എന്ന് പറഞ്ഞ് അദ്ദേഹം വോട്ട് പിടിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാൻ ഈഴവനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ അത് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടാർ വിഭാഗത്തിൻ്റെ പിന്തുണ ആർക്കായിരിക്കും ലഭിക്കുക എന്ന ഒരു ചോദ്യമുണ്ട്. അത് കൃത്യമായി ബിജോയ്ക്കായിരിക്കുമോ അതോ അടൂർ പ്രകാശിനായിരിക്കുമോ ഗുണം ചെയ്യുക എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഗോപകുമാർ സാറ് സൂചിപ്പിച്ച പോലെ ഈ ശിവഗിരി മഠം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് പിന്തുണയുമായി, അതായത് ഈ ഭാരതീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് വേണം പിന്തുണ നൽകാനെന്ന ഒരു പ്രതികരണം നടത്തിയത് ഒരു ധ്രുവീകരണത്തിന് അവിടെ കളം തെളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നാടാർ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ ലഭിച്ച ആൾക്ക് ജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യവും അത് തന്നെയാണ്. എന്തായാലും ഈ ഈഴവ വോട്ടുകൾ ഭിന്നിച്ച് പോയിട്ടുണ്ട് എന്ന കൃത്യമായ സൂചനകൾ അത് എല്ലാ ഇടങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ കൂടി കൃത്യമായി ഒരു സൈഡിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് സ്വാഭാവികമായി അത് ലഭിച്ച സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്കായിരിക്കും നയിക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രവചനാതീതമായ ഒരു മത്സരത്തിനാണ് ആറ്റിങ്ങൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 3 പാർട്ടികളും ഏറിയ ആത്മവിശ്വാസവുമായി മുമ്പോട്ട് വരുമ്പോഴും 2,48,000 എന്ന ശോഭാ സുരേന്ദ്രൻ 2019 നേടിയ വോട്ടിനേക്കാൾ വോട്ട് വി മുരളീധരൻ നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ അധികമായി വി മുരളീധരൻ നേടുന്ന വോട്ടുകൾ വിള്ളലുണ്ടാക്കുക ബിജോയ്ക്കായിരിക്കുമോ അതോ അടൂർ പ്രകാശ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ഗോകുമാർ സാർ, താങ്കൾ പറഞ്ഞ ശിവഗിരി മഠത്തിൻ്റെ പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രാധാന്യമുള്ളതാണ്. ഒപ്പം ബിജോയ് എന്ന് പറയുന്നത് ഒരുപക്ഷെ സമ്പത്തിനേക്കാളൊക്കെ അവിടെ അവതരിപ്പിക്കാൻ CPM-ന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പരിചയമുണ്ട്, MLA ആണ്, ബിജോയ് എല്ലാവർക്കും സ്വീകാര്യനാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ജോയിക്ക് മുകളിൽ അടൂർ പ്രകാശ് നിൽക്കണമെങ്കിൽ അടൂർ പ്രകാശിന് ആ തരത്തിലുള്ള ജനസ്വാധീനം അവിടെ ഉണ്ടാകണം. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുണ്ടാകണം. ഒപ്പം സർക്കാർ വിരുദ്ധ വികാരത്തിനെ മറികടന്നുള്ള ഒരു പോരാട്ടവും ജോയി അവിടെ കാഴ്ചവെക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചത് 2 കാര്യങ്ങൾ. ഒന്ന്, ന്യൂനപക്ഷ ക്രോഡീകരണം. ആ ന്യൂനപക്ഷ ക്രോഡീകരണം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്. CSI സൗത്ത് കേരള ക്രിസ്ത്യൻ നാടാർ വിഭാഗം, അതോടൊപ്പം മുസ്ലിം വിഭാഗം. ഈ തിരഞ്ഞെടുപ്പിൽ കേരളമൊട്ടുക്ക് ന്യൂനപക്ഷ വികാരം വലിയ പരിധിവരെ കോൺഗ്രസിന് അനുകൂലമാണ്. അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. BJP കേന്ദ്രത്തിൽ ചെറുക്കാൻ കോൺഗ്രസിനുള്ള ഒരു പ്രത്യേക സാഹചര്യം. കാരണം കോൺഗ്രസ് ആണല്ലോ പാർലമെൻറ്റിൽ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷമാകാൻ പോകുന്നത്. ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും ഏറ്റവും വലിയ കക്ഷിയായി മാറേണ്ടത് കോൺഗ്രസ്സാണ്. കേരളത്തിൽ ശക്തമാണ് ഇടതെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ അത്രയും ശക്തമല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും BJP വോട്ടിൻ്റെ കുന്തമുന ആ നിലയ്ക്ക് വന്ന് പ്രഭവ കേന്ദ്രമായി മാറേണ്ടത് കോൺഗ്രസിൽ തന്നെയാണ്. അതിൻ്റെ ഗുണം
കോൺഗ്രസ്സിന് കിട്ടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലെ കാര്യം പറഞ്ഞാൽ അവിടെ വളരെ വ്യക്തമാണ്. CSI സൗത്ത് കേരളയും ലാറ്റിൻ കാത്തലിക്സും എല്ലാം ശശി തരൂറിനാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈസ്റ്റർ വേളയിൽ നടന്ന പ്രഖ്യാപനങ്ങളിൽ പള്ളിയിൽ നിന്ന് വരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. അത് മിക്ക പ്രധാനപ്പെട്ട 2 പള്ളികളിൽ നിന്നും പറഞ്ഞത് മതേതരത്വം സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് BJP വിരുദ്ധ വോട്ടുകളാണ് എന്നുള്ളതാണ്. അതെവിടെ ചെല്ലണം, അങ്ങനെയുള്ള കക്ഷിക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിലെ ന്യൂനപക്ഷ വോട്ടുകൾ അത് CSI സൗത്ത് കേരളയാണെങ്കിലും മുസ്ലിം വോട്ടുകളാണെങ്കിലും സംശയമൊന്നുമില്ല, അത് ക്രോഡീകരിച്ച് അത് കോൺഗ്രസ്സിൽ തന്നെ വരാനുള്ളത്. മറ്റൊരു പ്രധാന കാരണം അടൂർ പ്രകാശിനെതിരെ അത്ര ആക്ഷേപങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ സമ്പത്തിൻ്റെയും ജോയിയുടെയും വ്യത്യാസം പറഞ്ഞത് ശരിയാണ്. സമ്പത്തിൻ്റെ ആ ഇമേജ് കുറേ കാലത്തിന് ശേഷം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി കൂടെ ജോയ് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ മറുവശത്ത് MP ആയിരുന്ന അടൂർ പ്രകാശ് നേരത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാടവത്തെക്കുറിച്ച് നാട്ടിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹത്തിനെ എതിർക്കുന്നവർ പോലും തീർച്ചയായിട്ടും അദ്ദേഹം കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അടൂർ പ്രകാശിന് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ആ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഞാനിതിനകത്ത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻസും മുസ്ലിംസിനെയും കൂട്ടിച്ചേർത്ത് തന്നെയാണ് പറഞ്ഞത്. അത് UDFന് അനുകൂലമായൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അടൂർ പ്രകാശിന് കുറച്ച് അനുകൂല ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് മറുവശത്ത് ആൻറ്റി കോൺഗ്രസ് വോട്ടുകൾ 2 മുന്നണികളിലായി വിഭജിച്ച് പോവുകയും കൂടുതൽ വോട്ട് മുരളീധരൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനേക്കാൾ നേടാനുള്ള സാധ്യത വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശിവഗിരിപടത്തിൻ്റെ മാത്രമല്ല അദ്ദേഹം മന്ത്രിയായിരുന്നു, ഇനിയും മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പശ്ചാത്തലത്തിൽ BJPയുടെ കൂടുതൽ വോട്ടുകൾ വരുന്നതും പരോക്ഷമായിട്ട് അടൂർ പ്രകാശിന് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഡാന, ഇവിടെ ഈ നമ്മുടെ സ്വാഭാവികമായി ഈ കണക്കുകൂട്ടലുണ്ടാവുമല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം. അതെല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായി തന്നെ ബൂത്ത് തലത്തിലോ കണക്കെടുക്കുന്ന പാർട്ടിയാണ് CPM. BJPയും സമാനമായി തന്നെ ഇത്തവണ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആര് വിജയിച്ചാലും ഒരു വളരെ കുറഞ്ഞൊരു ഭൂരിപക്ഷം, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഭൂരിപക്ഷം ഇടതുപക്ഷമൊക്കെ ഭരിക്കുമ്പോൾ 50,000, ഇടതുപക്ഷമൊക്കെ ജയിക്കുമ്പോൾ 50,000-ന് മുകളിലാണ്. കഴിഞ്ഞ തവണ 38,000 ആയിരുന്നു. പക്ഷേ ആര് ജയിച്ചാലും ഒരു 10,000-നും 20,000-നും ഇടയ്ക്ക് മാത്രമുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങളെത്തും എന്നാണോ കരുതേണ്ടത്? സ്വാഭാവികമായി ഇടതു കേന്ദ്രങ്ങളുടെ ഒരു വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാതെ ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ അവിടെ വിജയമുണ്ടാകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ കൃത്യമായി ഇടത് കേന്ദ്രങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 10,000-നും 20,000-നും ഇടയിലുള്ള വോട്ടുകൾക്ക് അവിടെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നാണ്. വലിയ ഭൂരിപക്ഷമൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ മത്സരം അത്തരത്തിൽ ത്രികോണം മത്സരം തന്നെയായിരുന്നു എന്ന കാര്യം അവർ കൃത്യമായി ഉറപ്പിക്കുകയാണ്. എന്തായാലും അരുവിക്കര ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ആറ്റിങ്ങൽ ലോക്സഭയിൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അരുവിക്കര ഉൾപ്പെടെയുള്ള ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വ്യക്തമായ ഒരു ലീഡ് വി ജോയ്ക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. അതിൽ തന്നെ പ്രധാനമായി എടുത്തു പറയുന്നത് കാട്ടാക്കടയും വാമനപുരവും ചിറയൻകീഴ് മണ്ഡലങ്ങളാണ്. ഈ 3 മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന് അനുകൂലമായൊരു നിർണായകമായ വിധിയെഴുത്ത് ഉണ്ടാകുക എന്നൊരു പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ഥലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ കാട്ടാക്കട ഉൾപ്പെടെയുള്ള മേഖലകളിൽ നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഏറെയുള്ള ഒരു മേഖലയാണ്. അവിടെ നിന്ന് ആ വോട്ടുകൾ ആരിലേക്കായിരിക്കും N ബ്ലോക്കായി കേന്ദ്രീകരിച്ചിരിക്കുക എന്ന കൃത്യമായ ഒരു ഉത്തരം ഇത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവിടെ ആ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ അടൂർ പ്രകാശിന് അനുകൂലമായിട്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ മാറിയിരിക്കുന്നതെങ്കിൽ സംശയമൊന്നും വേണ്ട, അടൂർ പ്രകാശ് തന്നെയായിരിക്കും അവിടെ നിന്ന് വിജയിക്കുക. ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം ഈ ഈഴവ വോട്ടുകളിൽ കൃത്യമായ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് വി മുരളീധരനിലേക്കും അടൂർ പ്രകാശിലേക്കുമൊക്കെ കൃത്യമായി തന്നെ സ്പ്ലിറ്റ് ചെയ്താണ്, വിഭജിക്കപ്പെട്ടാണ് ആ വോട്ടുകൾ മാറിയിരിക്കുന്നത്. സ്വാഭാവികമായി വി മുരളീധരന് അനുകൂലമായി ശിവഗിരി മഠം ഉൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായതോടെ ആ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. പിന്നീട് വരുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നാടാർ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ആരിലേക്കായിരിക്കുമോ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് ആ സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. ശരി ഡാൻ. ഗോവർ സാർ, ഇവിടെ ഈ ഈഴവ വോട്ടുകളുടെ ഇത്തവണത്തെ ഒരു സ്വാധീനം നമുക്കറിയാം, നമ്മുടെ മിക്ക മണ്ഡലങ്ങളിലും സ്വാധീനമുള്ളവരാണ്. പക്ഷേ SNDP യോഗം ഒക്കെ പരസ്യമായ നിലപാടെടുത്ത മണ്ഡലങ്ങളുണ്ട്. മുരളീധരനുമായിട്ടും അവർക്ക് അസംതൃപ്തിയൊന്നുമില്ല. ആലപ്പുഴയുടെ കാര്യം നമുക്കറിയാം, ഇടുക്കിയിൽ കോട്ടയത്ത് എന്താണ് നടന്നത് എന്നറിയാം. തൃശ്ശൂരും സുരേഷ് ഗോപി കുറേ ഈഴവ വോട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആറ്റിങ്ങലിലും ഒരുപക്ഷെ നിർണായകമാകുക ഇത്തരത്തിലുള്ള സമുദായ വോട്ടുകളായിരിക്കും.
തീർച്ചയായിട്ടും SNDP ഔദ്യോഗികമായിട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ BDJSൻ്റെ ഒരു തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ NDAയുടെ സഖ്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഫോർമലി SNDPയുടെ വോട്ടുകൾ കൂടുതൽ മുരളീധരന് കിട്ടേണ്ടതാണ്. പക്ഷേ പരമ്പരാഗതമായ സ്ഥിതി അതല്ല എന്ന് നമുക്കറിയാം. ചരിത്രമായി നോക്കിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഹിന്ദു സമുദായങ്ങളിൽ ഏറ്റവും പ്രബലമായ സമുദായമാണ് ഈഴവ സമുദായം. ഏതാണ്ട് 25-26% ജനസംഖ്യയിൽ തന്നെ പ്രാതിനിധ്യമുള്ളൊരു സമുദായമാണ്. പരമ്പരാഗതമായി പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നെങ്കിലും കാലക്രമേണ ഈ രീതിക്ക് മാറ്റം വരികയും അതിൽ തന്നെ ഒരു ശക്തമായ മിഡിൽ ക്ലാസ് ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം കോൺഗ്രസ്സിന് അവർ പല പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട്. പഴയകാലത്ത് പാലക്കാട് ജില്ലയിൽ പോലും പൂർണ്ണമായിട്ടും ലെഫ്റ്റിന് ജയിപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ആ നിലപാടൊക്കെ എത്രയോ മാറി. അപ്പോൾ അതുകൊണ്ട് പഴയ ചരിത്രത്തിൽ നിന്ന് ഈഴവ സമുദായത്തിൻ്റെ രാഷ്ട്രീയം മാറുകയും SNDP ഫോർമലായിട്ട് ഔപചാരികമായിട്ട് BJPയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ ഈഴവരും BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. SNDPയുടെ സപ്പോർട്ട് പുറമേ സ്പിരിച്വൽ സെൻ്ററായ ശിവഗിരിയുടെ സപ്പോർട്ട് BJPക്ക് കിട്ടുന്നുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും കൂടി മുരളീധരൻ്റെ വ്യക്തിത്വവും കൂടി ചേർക്കുമ്പോൾ BJPയുടെ വോട്ട് ഗണ്യമായി വർദ്ധിക്കും. യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും എഗ്രി ചെയ്ത പോലെ ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ വോട്ട് മുരളീധരൻ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ പശ്ചാത്തലത്തിൽ കാണും. മന്ത്രിയാണെന്നുള്ള മറ്റൊരു ഫാക്ടറും ഒരുപക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങലിന് ഒരുപാട് പുരോഗതി ഉണ്ടെന്നുള്ള പ്രതീക്ഷയും. അപ്പോൾ ആ ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. ഈഴവ വോട്ട് സ്പ്ലിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമ്മളെല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ട്. പിന്നെ അവശേഷിക്കുന്ന ഫാക്ടേഴ്സ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിൽ വരണ ഭരണം ആരുടേതാകണം, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നയിക്കേണ്ട ഫാക്ടർ എന്താണ്. രണ്ട്, സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഒരു വികാരം അവിടെ ഉണ്ടോ എന്നുള്ളത്. മൂന്ന്, ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഈ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ക്ലൂസ് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ മൂന്ന് ഫാക്ടേഴ്സിൽ ഇടതുപക്ഷത്തിന് നിർഭാഗ്യവശാൽ പിന്തുണയ്ക്കുന്ന ഘടകങ്ങൾ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഘടകങ്ങൾ പറയാമെങ്കിൽ ഏറ്റവും നല്ല ഭരണമെന്ന് ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അതായിക്കൊള്ളട്ടെ, അങ്ങനെയാണ് വികാരമെങ്കിൽ അതായിക്കൊള്ളട്ടെ. പക്ഷേ കേന്ദ്രത്തിൽ വരുന്ന ഭരണം അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് വരുന്ന ശക്തി എന്നുള്ളത് കോൺഗ്രസ്സിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ലോക്സഭയിലുള്ളത് കഴിഞ്ഞ ലോക്സഭയിലും കണ്ടതാണ്. ഇത്തവണയും അത് കാണാനുള്ള എല്ലാ സാഹചര്യവും മിക്ക മണ്ഡലങ്ങളിലും കാണുന്നുണ്ട്. അത് ആറ്റിങ്ങലിലും അതിനൊരു പ്രസക്തിയുണ്ട്. അതിനപ്പുറം ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങളുടെ പിന്തുണയും UDFന് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത്തരത്തിൽ അതോടൊപ്പം ഇവിടെ ഖാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരമായതുകൊണ്ട് വലിയ ഭൂരിപക്ഷം ഇവിടെ കിട്ടാൻ പോകുന്നില്ല. അത് പറഞ്ഞാൽ വളരെ ശരിയാണ്. ഇപ്പോൾ തൃശ്ശൂരും അതുതന്നെയാണ് വരാൻ സാധ്യത. ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ. ശക്തമായ ത്രികോണ മത്സരത്തിൽ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. ഈ കഴിഞ്ഞ തവണ 38,000 കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ നമ്പറാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ. ശോഭാ സുരേന്ദ്രൻ്റെ ഉജ്ജ്വലമായ പ്രകടനം. അതുപോലെ ഇത്തവണ അങ്ങനെ ഒരു നല്ല പ്രകടനം മുരളീധരൻ കാഴ്ചവെക്കുകയാണെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കും ആര് ജയിച്ചാലും ജയിക്കാനുള്ള സാധ്യത. ആ നിലയ്ക്കാണ് ഈ രാഷ്ട്രീയ അവസാന ഘട്ടങ്ങളിലേക്ക് ചെന്നെത്തുന്നത്. അപ്പോൾ UDF തരംഗമുണ്ടെന്ന് പൊതുവേ പറഞ്ഞെങ്കിലും അത് ത്രികോണ മത്സരം നടക്കുന്നിടത്ത് അത് നന്നായിട്ട് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തൃശ്ശൂരും ആറ്റിങ്ങലിലും ആ ത്രികോണ മത്സരത്തിൽ UDF തരംഗത്തിനെ ന്യൂട്രലൈസ് ചെയ്യാവുന്ന പല ഫാക്ടേഴ്സുണ്ട്. അത്തരം ഒരു ഫാക്ടേഴ്സിനിടയിൽ ജോയ്ക്ക് കടന്നുകൂടാൻ പറ്റുന്ന ഒരു വോട്ടിംഗ് ശതമാനം വന്നാൽ ജോയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതയും കാണുന്നുണ്ട്. ഇതാണ് ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്താൻ. നന്ദി ശ്രീ ഗോപകുമാർ സാർ ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സാധ്യതകളാണ് വിലയിരുത്തിയത്. ഡാൻ കുര്യനും നമ്മോടൊപ്പം വിശദാംശങ്ങൾ പങ്കുവച്ചു. നമുക്കിനി പോകേണ്ടത് കാസർകോട്ടേക്കാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച വിജയം നേടിയ കാസർകോട്ടേക്ക്. കാസർഗോഡ് ഈ തെരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു കാണാം ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ട് സോഫ്റ്റ്